സർവത്ര പരിപൂർണമാകിയ പരബ്രഹ്മം സർവദാ മമ ഹൃദി തെളിഞ്ഞു വിളങ്ങുവാൻ സർവാത്മാവായി സർവസാക്ഷിയും താനായി നിൽക്കും നിർവാണപദത്തിനായി കൊണ്ടിതാ വണങ്ങുന്നേ. എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ ഏകോനനവതിതമോധ്യായഃ 89ാമത്തെ അധ്യായമാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതില് ഒരു ഭാഗം നാം പഠിച്ചു കഴിഞ്ഞു, 21ാമത്തെ ശ്ലോകം വരെ. അതായത് ത്രിമൂർത്തികളിൽ മഹത്വം ആർക്കാണ് കൂടുതൽ എന്ന് പരീക്ഷിക്കാൻ ഭൃഗു മഹർഷി പോയതും അവസാനം വിഷ്ണുവിനാണ് മഹത്വമെന്ന് അവർ കണ്ടെത്തുകയും ചെയ്തു. ഇനി ഇതിലുള്ളത് സന്താന ഗോപാലം കഥയാണ്. അതായത് ദ്വാരകയിലെ ഒരു ബ്രാഹ്മണന്റെ ഭാര്യ പ്രസവിക്കുന്ന കുട്ടികളെല്ലാം മരിച്ചു പോകും. അപ്പൊ ഈ മരിച്ച കുട്ടികളെയും കൊണ്ട് ഇയാൾ എന്ത് ചെയ്യും? രാജാവിന്റെ ആ ഗോപുരത്തിന്റെ വാതിൽക്കൽ വന്ന് നിന്ന് രാജാവിനെ കുറ്റം പറയും. രാജാവിന്റെ ഭരണത്തിന്റെ അപാകത കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറയും. അങ്ങനെ ആദ്യം ഒരു കുട്ടിയെ, 2 കുട്ടിയെ, 3 കുട്ടിയെ, അങ്ങനെ 8 കുട്ടികളെയും ഇതുപോലെ കൊണ്ടുവന്നു. അടുത്ത 9ാമത്തെ കുട്ടിയെ മരിച്ച കുട്ടിയുടെ മൃതശരീരവും കൊണ്ട് രാജാവിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ അർജുനൻ ഉണ്ടായിരുന്നു. അപ്പോൾ അർജുനൻ പറഞ്ഞു, 10ാമത്തെ കുട്ടിയെ ഞാൻ രക്ഷിച്ചു തരാം. അപ്പോൾ ബ്രാഹ്മണൻ അർജുനനെ ആക്ഷേപിച്ചു. കൃഷ്ണനും സംഘർഷണനും പ്രത്യുമ്നനും അനിരുദ്ധനും കഴിയാത്ത കാര്യമാണ് ഇനി നീ സാധിക്കാൻ പോകുന്നത്. അപ്പോ അർജുനൻ വലിയ ആളായിട്ട് പറഞ്ഞു, ഞാൻ ഗാന്ധീവധാരിയാണ്, പാശുപതാസ്ത്രമുള്ള ആളാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ കുട്ടിയെ രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അഗ്നിയിൽ ചാടി എന്റെ പ്രാണൻ വെടിയും എന്നുകൂടി അർജുനൻ പ്രതിജ്ഞ എടുത്തു. അപ്പൊ ബ്രാഹ്മണന്റെ ഭാര്യ 10ാമത് പ്രസവിച്ചു. ബാക്കി 9 വരെയുള്ള കുട്ടികളുടെ മൃതശരീരമെങ്കിലും ഉണ്ടായിരുന്നു. ഇത് ശരീരവുമില്ല. പ്രസവിച്ച ഉടനെ ഈ കുട്ടി നോക്കുമ്പോൾ ആകാശത്തൂടെ അങ്ങ് പോയി. അപ്പൊ അർജുനൻ അവിടെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അർജുനൻ ശരകൂടമൊക്കെ ഉണ്ടാക്കി വെച്ചു. പക്ഷെ കുട്ടി അതങ്ങ് മുകളിലോട്ട് അങ്ങ് പോവുകയും ചെയ്തു. അർജുനൻ എന്ത് ചെയ്തു? എല്ലാ ലോകങ്ങളിലും ഇന്ദ്രൻ, വരുണൻ തുടങ്ങിയ എല്ലാവരുടെ ലോകത്ത്, സ്വർഗം, പാതാളം എല്ലായിടത്തും ചെന്ന് അന്വേഷിച്ചു. ഒരിടത്തും കുട്ടിയെ കണ്ടില്ല. ലജ്ജിതനായ അർജുനൻ എന്ത് ചെയ്തു? തന്റെ ശരീരം അഗ്നിയിൽ ദഹിപ്പിക്കാന്ന് വെച്ച് അഗ്നി കൂട്ടിയപ്പോൾ കൃഷ്ണൻ വന്ന് തടഞ്ഞു. ഇത്രയും ഭാഗമാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 22. ശ്രീശുകൗവാച ഏകദാ ദോരവത്യാം തോ വിപ്രപത്ന്യാ കുമാരകാഃ ജാതമാത്രോ ഭുവം സ്പൃഷ്ട്വാ മമാര കില ഭാരത. ഭാരതത്തിൽ ജനിച്ച ശ്രേഷ്ഠ, ഏകദ ഒരു നാൾ, ശ്രീശുകൻ പരീക്ഷത്തിനോട് പറയുകയാണ്, ഒരു നാൾ ദ്വാരവത്യാം, ദ്വാരകയിൽ വിപ്രപത്നിയുടെ ജാതമാത്ര, ജനിച്ചപ്പോൾ ഉണ്ടായ കുമാരക കുട്ടി, അതായത് ജനിച്ച ഉടനെയുള്ള കുട്ടി, ഭൂമിയെ സ്പർശിച്ചിട്ട് മമാരാകില, മരിച്ചുവല്ലോ. കുട്ടിയെ പ്രസവിച്ചിട്ട് ഉടനെ തന്നെ കുട്ടി മരിക്കും. അതാണ് ഭൂമിയെ സ്പർശിച്ചാൽ ഉടനെ മരിക്കുന്നു എന്ന് പറഞ്ഞത്. പ്രസവിച്ച ഉടനെ കുട്ടി അങ്ങ് മരിക്കും. ഏകദാ ദ്വാരവത്യാം തോ വിപ്രപത്ന്യാ കുമാരകഃ ജാതമാത്രോ ഭുവം സ്പൃഷ്ട്വാ മമാര കില ഭാരതാം. ശ്ലോകം 23. വിപ്രോ ഗൃഹീത്വാ മൃതകം രാജദ്വാര ഉപധായ സ ഇദം പ്രോവാച വിലപൻ ആതുരോ ദീനമാനസഃ. വിപ്രോഹ ഗൃഹീത്വാ മൃതകം രാജദ്വാരി ഉപധായ സഹ ദീയമാന
ദീനമാനസഹ, ദുഃഖിച്ച മനസ്സോടുകൂടിയ സഹവിപ്ര, ആ ബ്രാഹ്മണൻ ആതുരഹ, വ്യാകുലചിത്തനായി, വിലപൻ, കരഞ്ഞുകൊണ്ട്, മൃതകം, മരിച്ച കുട്ടിയുടെ ദേഹത്തെ ഗൃഹീത്വം എടുത്തുകൊണ്ട്, രാജദ്വാരി, രാജാവിന്റെ കൊട്ടാരത്തിന്റെ ഗോപുരവാതിക്കൽ ഉപധായ, കിടത്തിയിട്ട്, ഇതിനെ പ്രോവാച പറഞ്ഞു. ഇപ്പൊ ബ്രാഹ്മണന്റെ ഭാര്യ പ്രസവിച്ചു, ആദ്യത്തെ കുട്ടിയാണ്, മരിച്ചുപോയി. ഉടനെ തന്നെ ബ്രാഹ്മണൻ എന്ത് ചെയ്തു? ഈ കുട്ടിയെ എടുത്തോട്ട് കരഞ്ഞുകൊണ്ട് രാജാവിന്റെ രാജധാനിയുടെ ഗോപുരവാതിക്കൽ കുട്ടിയെ കിടത്തിയിട്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. വിപ്രോ ഗൃഹീത്വാമൃതകം രാജദ്വാരി ഉപധായ സ ഇതം പ്രോവാച വിലപൻ ആതുരോദീനമാനസഹാം. ശ്ലോകം 24. ബ്രഹ്മദിഷടത്തിയോ ലുപ്തസ്യ വിഷയാത്മകഃ ക്ഷത്രബന്ധോ കർമ്മദോഷാത് പഞ്ചത്വം മേ ഗതോർഭക. ബ്രഹ്മദിഷഃ, ബ്രാഹ്മണരെ ദേഷിക്കുന്നവരും, ഷഠത്തിയഃ, വഞ്ചനയിൽ താൽപര്യമുള്ള ബുദ്ധിയോടുകൂടിയവരും, ലുപ്തസ്യ, ധനാശയുള്ളവനും, വിഷയാത്മനഃ, വിഷയങ്ങളിൽ മനസ്സുള്ളവരും, ക്ഷത്രബന്ധോ, ക്ഷത്രിയ അധമന്റെ കർമ്മദോഷം ഹേതുവായിട്ട് മേ, എന്റെ അർപ്പക, ബാലകൻ, കുട്ടി, പഞ്ചത്വം ഗത, മരിച്ചു. അപ്പൊ രാജാവിനെ കുറ്റം പറയുകയാണ്. രാജാവ് ബ്രാഹ്മണദേശിയാണ്, വഞ്ചന തൽപരനാണ്, പരദ്രവ്യത്തിൽ കണ്ണുള്ളവനാണ്, വിഷയം അനുഭവിക്കുന്നവനാണ്. ഇങ്ങനെയുള്ള രാജാവിന്റെ പരിപാല കർമ്മത്തിലുള്ള ദോഷം കൊണ്ടാണ് എന്റെ കുട്ടി മരിച്ചത് എന്ന് പറഞ്ഞ് ബ്രാഹ്മണൻ ആ കൊട്ടാരത്തിന്റെ ഗോപുര ദ്വാരത്തിൽ വന്ന് കരയാൻ തുടങ്ങി. ബ്രഹ്മദിഷ ഷഠതിയോ ലുപ്തസ്യ വിഷയാത്മന ക്ഷത്രബന്ധോ കർമ്മദോഷ പഞ്ചത്വം മേഘദോർഭക. ശ്ലോകം 25. ഹിംസാവിഹാരം നൃപതീം ദുശീലമജിതേന്ദ്രിയം പ്രജാഭജത്യ സീതന്തി ദരിദ്ര നിത്യ ദുഃഖിതാഹ. ഹിംസാവിഹാരം നൃപതി, ഹിംസയിൽ ക്രീഡയോടുകൂടിയവനും, ഹിംസയിൽ താൽപര്യമുള്ളവനും, ദുശീലമുള്ളവനും, അജിതേന്ദ്രിയം, ജയിക്കപ്പെടാത്ത ഇന്ദ്രിയങ്ങളോടുകൂടിയവനും, നൃപതി, രാജാവിനെ, ഭജന്ത്യ, ഭജിക്കുന്നവരായ, പ്രജകൾ, ദരിദ്രാഹ, ദരിദ്രരും, നിത്യദുഃഖിതാഹ, നിത്യദുഃഖിതരുമായി, സീതന്തി, തളരുന്നു. അപ്പം പറയണം, രാജാവിനെ കുറിച്ച് കുറ്റം പറയാണ്. പരദ്രോഹത്തിൽ താല്പര്യമുള്ളതാണ്, പിന്നെ സ്വഭാവ ദൂഷ്യമുള്ളതാണ്, ഇന്ദ്രിയങ്ങൾ കീഴടക്കാത്തവനാണ്, ഇന്ദ്രിയ സുഖം അനുഭവിക്കുന്നവനാണ്. അങ്ങനെയുള്ള രാജാവിനെ ആശ്രയിച്ചിരിക്കുന്ന പ്രജകൾ എന്ത് ചെയ്യും? ദരിദ്രരും നിത്യദുഃഖിതരും തളരുന്നവരും ആയിത്തീരും എന്ന് പറയുകയാണ്. ഹിംസാവികാരം നൃപതി ദുശീലമജിതേന്ദ്രിയം പ്രജാഭജന്ത്യ സീതന്തി ദരിദ്ര നിത്യ ദുഃഖിതാക. ശ്ലോകം 26. ഏവം ദ്വിതീയം വിപ്രർഷി തൃതീയം ത്വേവം ഏവ ച വിസൃജ്യ സ നൃപദ്വാരി താം ഗാഥാം സമഗായത. ഏവം ദ്വിതീയം വിപ്രർഷി തൃതീയം തു ഏവം ഏവ ച വിസൃജ്യ സഹ നൃപദ്വാരി താം ഗാഥാം സമഗായത. ഏവം സഹ വിപ്രർഷി, ഇപ്രകാരം ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ ദ്വിതീയം രണ്ടാമത്തേതിനെയും തൃതീയം മൂന്നാമത്തേതിനെയും നൃപദ്വാരി രാജദ്വാരത്തിൽ വിസൃജ്യ വച്ചിട്ട് താം ഗാഥ, ആ ശ്ലോകത്തെ സമഗായത. അപ്പോ ഒന്നാമത്തെ കുട്ടിയെ കൊണ്ടുവച്ച് കരഞ്ഞ് രാജാവിനെ കുറ്റം പറഞ്ഞു. രണ്ടാമത്തെ കുട്ടി ഇതുപോലെ തന്നെ ജനിച്ചപ്പോൾ ഉടനെ മരിച്ചു, ആ കുട്ടിയെ എടുത്തുകൊണ്ടുവന്ന് രാജാവിനെ കുറ്റം പറഞ്ഞു. അടുത്ത തൃതീയ മൂന്നാമത്തേതിനെ എടുത്തുകൊണ്ടുവന്ന് ആ രാജാവിന്റെ കൊട്ടാരത്തിന്റെ ഗോപുര ദ്വാരത്തിൽ വെച്ചിട്ട് രാജാവിനെ കുറ്റം പറഞ്ഞു കരഞ്ഞു. ഏവം ദ്വിതീയം വിപ്രഷി തൃതീയം തു ഏവം ഏവ ച വിസൃജ്യ സ നൃപദ്വാരി താം ഗാഥാം സമാഗത. ശ്ലോകം 27. താം അർജുന ഉപശ്രുത്യ കർഹിജിത് കേശവാന്തരേ പരേതേ നവമേ ബാലേ ബ്രാഹ്മണാം സമഭാഷത. കർഹിജിത്, ഒരിക്കൽ കേശവാന്തികെ, ശ്രീകൃഷ്ണ സമീപത്തിൽ അർജുനൻ നവമേ 9ാമത്തെ ബാലൻ
പരേതെ മരിച്ചപ്പോൾ. അപ്പൊ ഇങ്ങനെ ബ്രാഹ്മണൻ അതിന്റെ കുട്ടികളെല്ലാം മരിക്കും. അങ്ങനെ 8 എണ്ണം ഇതുപോലെ മരിച്ചപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് രാജാവിനെ കേൾക്കാൻ രാജാവിനെ കുറ്റമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അടുത്ത് 9ാമത്തെ കുട്ടി മരിച്ചപ്പോൾ ഇതുപോലെ രാജാവിന്റെ ആ ഗോപുരവാതിൽക്കൽ കൊണ്ടുവന്നപ്പോൾ ആ സമയത്ത് അർജുനൻ കൃഷ്ണനെ കാണാൻ അവിടെ എത്തിയിരുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരിക്കൽ കേശവാന്തിയെ കൃഷ്ണ സമീപത്തിൽ അർജുനൻ 9ാമത്തെ ബാലൻ പരേതെ മരിച്ചപ്പോൾ താം അതിനെ ഉപസൃത്യ ശ്രവിച്ചിട്ട് ബ്രാഹ്മണനോട് സമഭാഷത ഇപ്രകാരം പറഞ്ഞു. 9ാമത്തെ കുട്ടി മരിച്ചപ്പോൾ ബ്രാഹ്മണൻ എടുത്തുകൊണ്ടുവന്ന് ഇതുപോലെ രാജദ്വാരത്തിൽ വച്ചിട്ട് കരഞ്ഞു വിളിച്ചു പറഞ്ഞപ്പോൾ അർജുനൻ അവനോട് ഇപ്രകാരം പറഞ്ഞു. താം അർജുന ഉപശ്രുത്യ കർഹിജിത് കേശവാന്തികേ പരേതേ 9മേ ബാലേ ബ്രാഹ്മണം സമഭാഷതാം. ശ്ലോകം 28. കിംസിത് ബ്രഹ്മം തത്നിവാസോ ഇഹ നാസ്തി ധനുർധര രാജന്യബന്ധുരേ വൈ ബ്രാഹ്മണ സത്രമാസതേ. കിംസിത് ബ്രഹ്മൻ ത്വന്നിവാസേ. ബ്രഹ്മൻ, ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ, ത്വന്നിവാസേ ഇഹ അങ്ങയുടെ വാസസ്ഥാനമായ ഇവിടെ ധനുർധരഹ വില്ലിനെ ധരിച്ചിരിക്കുന്ന രാജന്യബന്ധു ഒരു ക്ഷത്രിയൻ കൂടി നാസ്തി ഇല്ല. അപ്പൊ അങ്ങയുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ ഇവിടെ ഒരു ക്ഷത്രിയനും ഇല്ലേ? അർജുനൻ ചോദിക്കുകയാണ്. കിംസിത് എന്തിനു കരയുന്നു? ഏതേവ ഇവരാകട്ടെ ബ്രാഹ്മണർ സത്രത്തെ ആസതെ അനുഷ്ഠിക്കുന്നു. അപ്പൊ ഇവിടെ ഭരിക്കുന്ന ഇവർ ബ്രാഹ്മണരാണ്, ക്ഷത്രിയരല്ല. എന്നാൽ ബ്രാഹ്മണർ സത്രത്തിൽ കൂടുന്ന മാതിരി ഇവർ യോഗം ചേർന്നിരിക്കുന്നു എന്ന് മാത്രം. അർജുനൻ കുറ്റമായിട്ട് പറയുകയാണ്, നീ എന്തിനാണ് കരയുന്നത്? അങ്ങയുടെ വാസസ്ഥാനമായ ഇവിടെ കേവലം വില്ല് ധരിച്ചിരിക്കുന്ന ഒരു ക്ഷത്രിയ നിസാരൻ കൂടി ഇല്ല. ഉത്തമ ക്ഷത്രിയ ഇവിടെ ഇല്ല. ഉണ്ടെങ്കിൽ ഇങ്ങനെ മരിക്കില്ലായിരുന്നല്ലോ എന്ന് അവിടെയുള്ള ക്ഷത്രിയരെ കുറ്റപ്പെടുത്തി അർജുനൻ പറയുകയാണ്. കിംസിത് ബ്രഹ്മം ത്വന്നിവാസേ ഇഹ നാസ്തി ധനുർധര രാജന്യബന്ധുരേ ദേവൈ ബ്രാഹ്മണ സത്രമാസതാം. ശ്ലോകം 29. ധനധാരാത്മജായുക്ത എത്ര ശോചന്തി ബ്രാഹ്മണ തേ വൈ രാജന്യവേഷേണ നടാജീവന്തി അസുംഭരാം. ധനധാര ആത്മജ യുക്ത. ധനത്തോടും ഭാര്യയോടും ആത്മജ പുത്രന്മാരോടും യുക്ത ചേർന്നിരിക്കുന്നവരായ ബ്രാഹ്മണർ എത്ര യാതൊരുത്തർ ഉള്ളപ്പോൾ ശോചിക്കുന്നുവോ തേ അവർ രാജന്യവേഷേണ ക്ഷത്രിയ വേഷം കൊണ്ട് നടാഹായിവ നടന്മാരെ പോലെ അസുംഭര പ്രാണനെ ഭരിക്കുന്നവരായി ജീവിക്കുന്നു. അപ്പൊ ഇവിടെ യാതൊരു ക്ഷത്രിയൻ ജീവിച്ചിരിക്കുമ്പോൾ ഭാര്യ, പുത്ര, ധനം ഇവയോടുകൂടിയിരിക്കുന്ന ബ്രാഹ്മണർ ക്ലേശം അനുഭവിക്കുന്നുവോ ആ ക്ഷത്രിയൻ യഥാർത്ഥത്തിൽ ക്ഷത്രിയനല്ല, ക്ഷത്രിയ വേഷം എടുത്തിരിക്കുന്ന കളിക്കാരാകുന്നു. ഈ വേഷം കൊണ്ട് അവരുടെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടുന്ന ധനാദികൾ അവർ സമ്പാദിക്കുന്നു എന്നല്ലാതെ യഥാർത്ഥത്തിൽ ക്ഷത്രിയധർമ്മം അവർ ആചരിക്കുന്നില്ല. ബ്രാഹ്മണനെ ആശ്വസിപ്പിച്ച് ക്ഷത്രിയന്മാരെയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അർജുനൻ പറയുകയാണ്. ധനധാരാത്മജായുക്ത എത്ര ശോചന്തി ബ്രാഹ്മണ തേ വൈരാജന്യവേഷേണ നടാജീവന്ത സുംഭരാം. ശ്ലോകം 30. അഹം പ്രജാ വാ ഭഗവൻ രക്ഷിഷ്യേ ദീനയോറിഹ അനിസ്തീർണ പ്രതിജ്ഞോ അഗ്നിം പ്രവേക്ഷേ ഹത കൽമഷഃ. അഹം പ്രജാവാം ഭഗവൻ രക്ഷിഷ്യേ ദീനയോഹോ ഇഹ. ദീനയോഹോ ദുഃഖിതരായിരിക്കുന്ന വാം നിങ്ങൾ രണ്ടുപേരുടെ പ്രജയെ അഹം രക്ഷ്യേ ഞാൻ രക്ഷിക്കാം. അപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെ ആ കുട്ടിയെ ഞാൻ രക്ഷിക്കാം. അനിസ്തീർണ പ്രതിജ്ഞ ഞാനിതാ പ്രതിജ്ഞ എടുക്കുകയാണ്, ഞാൻ നിങ്ങളുടെ കുട്ടിയെ രക്ഷിക്കും. ഇനി പ്രതിജ്ഞ പാലിക്കാതിരുന്നാൽ ഹതകൽമഷ ഹനിക്കപ്പെട്ട പാപത്തോടു കൂടിയവനായി അഗ്നിയെ പ്രവേശിക്കും. നിങ്ങളുടെ കുട്ടിയെ എനിക്ക് രക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അഗ്നിയിൽ ചാടി മരിക്കും എന്നുകൂടെ പ്രതിജ്ഞയും കൂടെ എടുത്തു. അഹം പ്രജാം വാം ഭഗവൻ രക്ഷിഷ്യേ ദീനയോർഹ അനിസ്തീർണ പ്രതിജ്ഞോഗ്നിയും പ്രവേശേ കഥ കൽമഷഃ. ശ്ലോകം 31. ബ്രാഹ്മണ ഉവാച
ശ്ലോകം 30. സംഘർഷണോ വാസുദേവോ പ്രത്യുമ്നോ ധന്യനാവര അനിരുദ്ധോ അപ്രതിരഥോ ന ത്രാതും ശക്നുവന്തി. ഉടനെ ബ്രാഹ്മണൻ ആക്ഷേപിച്ച് പറയാണ്, ഇവിടെ സംഘർഷണം ബലരാമനുണ്ട്, വാസുദേവൻ കൃഷ്ണനുണ്ട്, പ്രത്യുമ്നൻ അതായത് എങ്ങനെയാണ് ധന്യനാവര വില്ലാളികളിൽ ശ്രേഷ്ഠനായ പ്രത്യുമ്നൻ ഉണ്ടായിരുന്നു. പിന്നെ അപ്രതിരഥ എതിരിടാൻ അന്യനില്ലാത്ത അനിരുദ്ധനുണ്ടായിരുന്നു. യാതൊന്നിനെ ത്രാതും രക്ഷിക്കാനായിക്കൊണ്ട് ന ശക്നുവന്തി അവർ ശക്തരായി ഭവിച്ചില്ല. അപ്പൊ ഇവരെല്ലാം വില്ലാളി വീരനായ പ്രദ്യുമ്നനും അനിരുദ്ധനും ഭഗവാനും ബലരാമനും എല്ലാവരും ഉണ്ടായിട്ട് സാധിച്ചില്ല. പിന്നെയാണ് ഇനിയിപ്പോ നിനക്ക് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയാണ്. സംഘർഷണോ വാസുദേവോ പ്രത്യുമ്നോ ധന്യനാവര അനിരുദ്ധോ പ്രതിരഥോ ന ത്രാതും ശക്നുവന്തിയ. ശ്ലോകം 32. തത്കഥം നു ഭഗവാൻ കർമ്മ ദുഷ്കരം ജഗദീശ്വരൈ ചികീർഷസി ത്വം ബാലിഷ്യാത് തന്ന ശ്രദ്ധത്മഹേ വയം. തത്കഥം നു ഭഗവാൻ കർമ്മ ദുഷ്കരം ജഗദീശ്വരൈ ലോകനാഥന്മാരാൽ ദുഷ്കരം ചെയ്യാൻ സാധിക്കാത്ത തത്കർമ്മ ആ കർമ്മത്തെ ഭവാൻ നീ കഥം നു എങ്ങനെ ചെയ്യും? ഇവിടെ ലോകത്തിന്റെ നാഥന്മാരായ കൃഷ്ണനും ബലരാമനും ഉണ്ട്, അവർക്ക് സാധിക്കാത്തത് പിന്നെ നിനക്കെങ്ങനെ സാധിക്കും എന്ന് ചോദിക്കുകയാണ്. ബാലിഷ്യ നീ ബാലനെ പോലെ അല്ലെങ്കിൽ മൗഢ്യത്താൽ നീ ചികീർഷതി ചെയ്യാൻ ഇച്ഛിക്കുന്നു. നീ ഒരു മൂഢനെ പോലെ നീ ചെയ്യുമെന്ന് പറയുകയാണ്. വയം ഞങ്ങൾ അതിനെ ന ശ്രദ്ധത്മഹേ ഞങ്ങൾ അതിനെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല. നീ പറയുന്നത് ഒരു മൂഢന്റെ വാക്കായിട്ട് ഞങ്ങൾ കരുതുന്നുള്ളൂ എന്ന് പറയുകയാണ്. തത്കഥം നു ഭഗവാൻ കർമ്മ ദുഷ്കരം ജഗദീശ്വരൈഹി ചികീർഷസി ത്വം ബാലിശാത് തന്ന ശ്രദ്ധത്മഹേ വയം. അപ്പൊ അർജുനൻ പറയാണ്, അർജുനവാച ശ്ലോകം 33. നാഹം സംഘർഷണോ ബ്രഹ്മൻ ന കൃഷ്ണ കാർഷ്ണിരേവ ച അഹം വാ അർജുനോ നാമ ഗാണ്ഡീവം യസ്യ വൈധനുഹു. അപ്പം അർജുനൻ വളരെ അഹങ്കാരത്തോടെ പറയാണ്, ബ്രഹ്മൻ ഹേ ബ്രാഹ്മണ അഹം സംഘർഷണ അഹം ന സംഘർഷണ ഞാൻ ബലരാമനൊന്നുമല്ല, ന കൃഷ്ണ ഞാൻ കൃഷ്ണനുമല്ല, ന കാർഷ്ണിയേവ കൃഷ്ണന്റെ പുത്രനുമല്ല, അഹം വാ ഞാൻ ആരാണ്? അർജുന നാമ അർജുനൻ എന്ന് പ്രസിദ്ധിയുള്ളവനാണ്, യസ്യ യാതൊരുവന്റെ ധനുഹു വൈ വില്ലു തന്നെ ഗാണ്ഡീവം. അപ്പൊ ഗാണ്ഡീവ ധനുർധാരിയായ അർജുനനാണ് ഞാൻ, കൃഷ്ണനും സംഘർഷണനും ഒന്നും അല്ല, അവരെ കൊണ്ട് പറ്റൂല, എന്നെ കൊണ്ട് പറ്റും എന്ന് പറയുകയാണ്. അർജുന വാച നാഹം സംഘർഷണോ ബ്രഹ്മൻ ന കൃഷ്ണ കാർഷ്ണിരേവ ച അഹം വാ അർജുനോ നാമ ഗാണ്ഡീവം യസ്യ വൈധനു. ശ്ലോകം 34. മാം അവമംസ്ത മമ ബ്രഹ്മൻ വീര്യം ത്രയംബക തോഷണം മൃത്യും വിജിത്യ പ്രധനെ ആനേഷ്യേ തേ പ്രജാം പ്രഭോ. മാ അവമംസ്ത ബ്രഹ്മൻ ഹേ ബ്രാഹ്മണ അവമംസ്ത മമ ബ്രഹ്മൻ വീര്യം ത്രയംബക തോഷണം. ത്രയംബകനാരാണ്? പരമശിവൻ. പരമശിവനെ തോഷണം സന്തോഷിപ്പിച്ചതായ മമ വീര്യം എന്റെ പരാക്രമത്തെ മാ അവമംസ്ത നീ അപമാനിക്കുകയൊന്നും വേണ്ട. അതായത് ശിവനോട് ഞാൻ എതിരിട്ട് ശിവൻ സന്തോഷിച്ച് എനിക്ക് പാശുപതാസ്ത്ര തന്നതാണ്. കിരാതമൂർത്തിയായി ശിവൻ എന്നെ പരീക്ഷിക്കാൻ ഒരുങ്ങി വന്നു. ആ ശിവനെ പോലും ഞാൻ സന്തോഷിപ്പിച്ചവനാണ്. ശിവനോട് യുദ്ധം ചെയ്തു. ശിവൻ കിരാതമൂർത്തിയായിട്ട് വന്നു. അപ്പൊ ഒരു പന്നിയെ ശിവൻ അമ്പ ചെയ്തു. എന്നിട്ട് പന്നി എന്റേതാണെന്ന് ശിവൻ പറഞ്ഞു, അർജുനൻ പറഞ്ഞു അർജുനൻ എന്റേതാണെന്ന്. അങ്ങനെ രണ്ടുപേരും തമ്മിൽ ഭയങ്കര യുദ്ധം നടന്നു. അപ്പോ രണ്ടുപേരും ജയിക്കുന്നതും തോക്കുന്ന ഇത് വന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു? പിന്നെ പരമേശ്വരന് സന്തോഷമായി. അങ്ങനെ അർജുനന് പാശുപതാസ്ത്രം നൽകിയതാണ്. അപ്പൊ അങ്ങനെ പറയണം, പരമശിവൻ സന്തോഷിച്ച് എനിക്ക് പാശുപതാസ്ത്രം തന്നതാണ്, അതുകൊണ്ട് നീ എന്നെ കൊച്ചാക്കിയൊന്നും കാണണ്ട. പ്രഭോ ഹേ സമർത്ഥ പ്രഥനെ യുദ്ധത്തിൽ മൃത്യും അന്തകനെ വിജിത്യ. അന്തകനെ
അതായത് പരമശിവനെ ജയിച്ചിട്ട് തേ പ്രജാം അങ്ങയുടെ സന്താനത്തെ ആനയിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ മൃത്യു അന്തകൻ വരുമ്പോൾ, നിന്റെ കുട്ടിയെ കൊല്ലാൻ കാലൻ വരുമ്പോൾ ഞാൻ കാലനെയും ജയിക്കുമെന്ന് പറയാണ്. ഞാൻ പരമേശ്വരനെ പോലും ജയിച്ചതാണ്, അതുകൊണ്ട് കാലം വന്നാലും കാലനെയും എനിക്ക് ജയിക്കാൻ പറ്റും. അങ്ങനെ നിന്റെ കുട്ടിയെ ഞാൻ രക്ഷിച്ചു തരും എന്ന് പറയുകയാണ്. ശ്ലോകം 34. മാ അവമംസ്ത മമ ബ്രഹ്മൻ വീര്യം ത്രയംബകദോഷണം മൃത്യും വിജിത്യ പ്രധനെ ആനേഷേതേ പ്രജാം പ്രഭോ. ശ്ലോകം 35. ഏവം വിശ്രംഭിതോ വിപ്ര ഫാൽഗുണേന പരന്തപ ജഗാമ സുഗൃഹം പ്രീത പാർത്ഥവീര്യം നിശാമയൻ. പരന്തപ, ഹേ ശത്രുതാപന, ഫാൽഗുണേന അർജുനനാൽ ഏവം ഇപ്രകാരം വിശ്രംഭിത വിശ്വസിക്കപ്പെട്ട വിപ്രഹ ബ്രാഹ്മണൻ പാർത്ഥവീര്യം അർജുന പരാക്രമത്തെ നിശാമയൻ കാണുന്നവനായി പ്രീത സന്തോഷിച്ച് സ്വഗൃഹം സ്വന്തം ഗൃഹത്തെ ജഗാമ. അപ്പൊ അർജുനൻ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ശിവനെ ജയിച്ചവനാണ്, ശിവൻ എനിക്ക് പാശുപതാസ്ത്രം തന്നതാണ്, എനിക്ക് ഗാണ്ഡീവമുണ്ട്, അപ്പം യമം വന്നാലും എനിക്ക് തോൽപ്പിക്കാൻ സാധിക്കും. അപ്പോൾ പരമശിവനെയും ജയിച്ചെന്നൊക്കെ പറഞ്ഞപ്പം വിപ്രന് കുറെ വിശ്വാസമായി. അപ്പം വിപ്രൻ എന്ത് ചെയ്തു? അപ്പൊ അടുത്ത കുട്ടി എന്തായാലും അർജുനെ രക്ഷിക്കുമെന്നുള്ള സന്തോഷത്തോട് വീട്ടിലേക്ക് മടങ്ങി. ഏവം വിശ്രംഭിതോ വിപ്ര ഫാൽഗുണേന പരന്തപ ജഗാമ സ്വഗൃഹം പ്രീത പാർത്ഥവീര്യം നിശാമയൻ. ശ്ലോകം 36. പ്രസൂതികാലാസന്നേ ഭാര്യായാം ദ്വിജസത്തമ പാഹി പാഹി പ്രജാം മൃത്യോർ ഇത്യാഹ അർജുന മാതുരഹ. ഭാര്യായാഹ പ്രസൂതികാലേ, ഭാര്യയ്ക്ക് പ്രസവ സമയം ആസന്നേ അടുത്തപ്പോൾ ദ്വിജസത്തമ ബ്രാഹ്മണശ്രേഷ്ഠൻ മൃത്യോഹോ അന്തകനിൽ നിന്ന് പ്രജാം കുട്ടിയെ പാഹി പാഹി രക്ഷിച്ചാലും ഇത് എന്ന് ആതുരഹ ദുഃഖിതനായിട്ട് അർജുനനോട് പറഞ്ഞു. അപ്പൊ അതാ പ്രസവ സമയം എടുത്തു, ഇനി കുട്ടിയെ രക്ഷിക്കുമെന്ന് അർജുനന്റെ സമീപത്ത് വന്നിട്ട് ബ്രാഹ്മണൻ പറഞ്ഞു. പ്രസൂതികാലെ ആസന്നേ ഭാര്യായാം ദ്വിജസത്തമ പാഹി പാഹി പ്രജാ മൃത്യോർ ഇത്യാഹ അർജുന മാതുരാം. ശ്ലോകം 37. സ ഉപസ്പൃശ്യ ശുചിയംഭോ സമസ്കൃത്യ മഹേശ്വരം ദിവ്യാന്യ അസ്ത്രാണി സംസൃത്യ സജ്യം ഗാണ്ഡീവമാദതേ. സ ഉപസ്പൃശ്യ ശുചി അംഭഃ നമസ്കൃത്യ മഹേശ്വരം. സഹ അവൻ ശുചി ശുദ്ധമായ അംബക ജലത്തെ ഉപസ്പൃശിച്ച് ശുദ്ധജലമെടുത്ത് കൈകാൽ മുഖമൊക്കെ കഴുകി മഹേശ്വരം പരമശിവനെ നമസ്കരിച്ച് ദിവ്യങ്ങളായ അസ്ത്രങ്ങളെ സംസ്മൃത്യ സ്മരിച്ചിട്ട് സജ്യം ഞാൻ കെട്ടിയ ഗാണ്ഡീവത്തെ ആദത്തെ എടുത്തു. അപ്പൊ അർജുനൻ എന്ത് ചെയ്തു? ശുദ്ധജലം എടുത്ത് കൈകാലൊക്കെ കഴുകി എന്നിട്ട് മഹാദേവനെ സ്തുതിച്ചു, നമസ്കരിച്ചു, ദിവ്യാസ്ത്രങ്ങളെ മനസ്സുകൊണ്ട് സ്മരിച്ച് ഞാൻ വലിച്ചു കെട്ടിയ ഗാണ്ഡീവം കയ്യിലെടുത്തു. സ ഉപസ്പൃശ്യ ശുച്യംഭോ സമസ്കൃത്യ മഹേശ്വരം ദിവ്യാന്യസ്ത്രാണി സംസ്മൃത്യ സജീവം ഗാണ്ഡീവമാദതേ. ശ്ലോകം 38. നിരുണസൂതികാകാരം ശരൈർനാനാസ്ത്ര യോജിതൈഃ തിര്യകൂർദ്ധം അഥ പാർത്ഥ ചകാര ശരപഞ്ചരം. നിരുണസൂതികാകാരം ശരൈഃ നാനാ അസ്ത്ര യോജിതൈഃ തിര്യക് ഊർദ്ധം അഥഃ പാർത്ഥ ചകാര ശരപഞ്ചരം. പാർത്ഥ അർജുനൻ നാനാസ്ത്ര യോജിതൈ നാനാവിധമായ അസ്ത്രങ്ങളോട് യോജിക്കപ്പെട്ട ശരൈഹി ശരങ്ങളാൽ തിര്യക് വിലങ്ങനെയും ഊർദ്ധം മുകളിലും അഥക താഴെയും സൂതികാഗ്രഹം പ്രസവമുറിയെ നിരോധിച്ചു. അപ്പോൾ ആ പ്രസവമുറിയുടെ ചുറ്റും എന്ത് ചെയ്തു? നാനാസ്ത്രങ്ങൾ മന്ത്രങ്ങൾ ജപിച്ച് അസ്ത്രദേവകളെ ആവാഹിച്ച ശരങ്ങൾ കൊണ്ട് പ്രസവമുറിയെ നിരോധിച്ചു. പ്രസവമുറിയിലെ മുകളിലും താഴെയും ചുറ്റും എല്ലാം ഈ ശരങ്ങൾ കൊണ്ട് പ്രസവമുറിക്ക് ചുറ്റുമാക്കി. അപ്പൊ അങ്ങനെ ഒരു ശരകൂടം ആ പ്രസവമുറിക്ക് ചുറ്റും വളച്ചു. നിരുണസൂതികാകാരം ശരൈർനാനാസ്ത്രയോജിതൈ തിര്യകൂർത്തം അത പാർത്ഥ ചകാര ശരപഞ്ചരം. ശ്ലോകം 39. തത കുമാര സംജാത വിപ്രപത്ന്യാരുതന്മുഹു സദ്യോ
അദർശനമാപയതേ സ ശരീരോ വിഹായസ. തതഃ അനന്തരം കുമാരഃ സംജാതഃ വിപ്രപത്ന്യാഃ. വിപ്രപത്നിക്ക് കുമാരക സംജാത, കുട്ടി ജനിച്ചു, 10ാമത്തെ കുട്ടി ജനിച്ചു. അപ്പോൾ മുഹു പിന്നെയും രുതൻ കരയുന്നവനായി. അപ്പൊ കുട്ടി കരഞ്ഞു. സ ശരീര, പക്ഷെ ശരീരത്തോടുകൂടി തന്നെ കുട്ടി എങ്ങോട്ട് പോയി? വിഹായസ, ആകാശത്തിൽ കൂടി. സദ്യ ഉടനെ അദർശനത്തെ എന്ന് വെച്ചാൽ കാണാതെ ആപേതെ പ്രാപിച്ചു. ശരീരത്തോടുകൂടി ആകാശത്തൂടെ പോയി മറഞ്ഞു. കുട്ടിയെ കാണാനില്ല. മറ്റൊക്കെ മരിക്കുമ്പോൾ ശരീരമെങ്കിലും അവിടെ കിടക്കും. ഇത് ശരീരത്തോടുകൂടി കുട്ടി ആകാശത്തേക്ക് ഉയർന്നുപോയി. തദകുമാര സംജാതോ വിപ്രപത്ന്യാരുതന്മുഹു സദ്യോ ദർശനമാപേദേ സ ശരീരോ വിഹായസ. ശ്ലോകം 40. തദാഹ വിപ്രോ വിജയം വിനിന്ദൻ കൃഷ്ണ സന്നിധൗ മൗഢ്യം പശ്യത മേ യോഹം ശ്രദ്ധതേ ക്ലീബകന്ധനം. തഥാ, അപ്പോൾ ആഹ വിപ്രഹ വിജയം വിന്ദിതൻ കൃഷ്ണസന്നിധോ. വിപ്രഹ ബ്രാഹ്മണൻ കൃഷ്ണസന്നിധോ, കൃഷ്ണന്റെ സമീപത്തിൽ വിജയം. അർജുനനെ വിനിന്ദൻ വിശേഷണ നിന്ദിക്കുന്നവനായി. ബ്രാഹ്മണൻ എന്ത് ചെയ്തു? കൃഷ്ണസന്നിധിയിലിരിക്കുന്ന അർജുനനെ ചെന്ന് പരിഹസിച്ചു, നിന്ദിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. പറഞ്ഞു, മേ എന്റെ മൗഢ്യം, മൂഢഭാവത്തെ പശ്യത, നോക്കുക. എന്റെ അറിവില്ലായ്മ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. യഹാഹം, യാതൊരു ഞാൻ, ക്ലീബകന്ധനം, ഈ നപുംസക പ്രലാപത്തെ ശ്രദ്ധത്തെ വിശ്വസിച്ചു. യവൻ ആണും പെണ്ണും കെട്ടവൻ. അർജുനന് പറയുകയാണ്, ആണും പെണ്ണും കെട്ടവനാണ്. ഇവന്റെ വാക്കിനെ ഞാൻ വിശ്വസിച്ചു പോയി. നോക്കൂ, ഇപ്പൊ എന്റെ ഒരു കുഞ്ഞിന്റെ ശരീരം പോലും ഇവിടെ ഇല്ല. തഥാഹ വിപ്രോ വിജയം വിനിന്ദൻ കൃഷ്ണ സന്നിധൗ മൗഢ്യം പശ്യത മേ യോഗം ശ്രദ്ധതേ ക്ലീബകന്ധനം. ശ്ലോകം 41. നാ പ്രത്യുജ്ഞോ അനിരുദ്ധോ ന രാമോ ന ച കേശവ യസ്യ ശേവു പരിത്രാതും കോ അന്യസ്തത് അവിദേശ്വരാം. ന പ്രത്യുജ്ഞ ന അനിരുദ്ധ. അപ്പോഴ പറയാണ്, യസ്യ യാതൊന്നിനെ പരിത്രാതും, പരിരക്ഷിക്കാനായിക്കൊണ്ട്, സന്താനത്തെ രക്ഷിക്കാൻ അവൻ എന്തോന്നോ പറഞ്ഞു. അനിരുദ്ധൻ, പ്രത്യുജ്ഞനും അനിരുദ്ധനും രാമക ബലരാമനും കേശവ കൃഷ്ണനും നശേകു ശക്തരായില്ല. അതിനെ അവിത രക്ഷിക്കുന്ന ഈശ്വരൻ അന്യഹ കഹ ആരാകുന്നു. അപ്പൊ അവർക്ക് സാധിച്ചില്ല, പിന്നെയാണ് യവൻ എന്നും പറഞ്ഞ് ബ്രാഹ്മണൻ അർജുനനെ ആക്ഷേപിക്കുകയാണ്. പ്രത്യുജ്ഞനോ അനിരുദ്ധനോ ബലരാമനോ സാധിക്കാത്തത് ഇവന് സാധിക്കുമെന്ന്, വേറെ ആർക്കും സാധിക്കുകയില്ല എന്ന് ബ്രാഹ്മണൻ പറയുകയാണ്. ന പ്രത്യുജ്ഞോ നാനിരുദ്ധോ ന രാമോ ന കേശവ യസ്യ ശേവു പരിത്രാതും കോ അന്യസ്തത് അവിദേശ്വര. ശ്ലോകം 42. തിഗർജുനം വൃഷാവാദം തിഗാത്മശ്ലാക്കിനോ ധനുഃ ദേവോപസൃഷ്ടം യോ മൗഢ്യാത് അനിനീഷതി ദുർമതിഃ. തിക് അർജുനം വൃഷാവാദം. കള്ളം പറയുന്ന, മിഥ്യാവാദം ചെയ്യുന്ന അർജുനനെ തിക് ആത്മശ്ലാക്കിനോ ധനുഃ. അപ്പൊ അർജുനനെ ഇയാൾ എന്ത് ചെയ്തു? ബ്രാഹ്മണൻ ശപിച്ചു. തിക് ധരിക്കുക, ആത്മശ്ലാക്കിന്, ആത്മാവിനെ പറ്റി പ്രശംസിക്കുന്ന അവന്റെ ധനു, വില്ലിനെ തിക് നിന്ദിക്കുക. അപ്പൊ അർജുനന്റെ പറയണം, അർജുനൻ നിനക്ക് നിന്ന ഭവിക്കട്ടെ, ആത്മപ്രശംസ ചെയ്യുന്നവന്റെ വില്ലിനായിക്കൊണ്ട് നിന്ന ഭവിക്കട്ടെ. ബ്രാഹ്മണന്റെ ശാപമാണ്. പിന്നെയോ ധനുഹു, വില്ലിനായിക്കൊണ്ട് നിന്ന ഭവിക്കട്ടെ. യഹ ദുർമതി, യാതൊരു ദുർബുദ്ധി, ദൈവോപസൃഷ്ടൻ, ദൈവത്താൽ നശിപ്പിക്കപ്പെട്ടതിനെ മൗഢ്യാ, മൂഢഭാവത്താൽ ആനിനീഷതി, ആനയിക്കാൻ നിശ്ചയിക്കുന്നു. അപ്പൊ ദുർബുദ്ധിയായ യാതൊരു അർജുനൻ അറിവില്ലായ്മ ഹേതുവായിട്ട് ഈശ്വരേച്ഛയാൽ നശിച്ച കുട്ടിയെ വീണ്ടും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ അർജുനനെ ശപിക്കുകയാണ്. നിനക്ക് നാശം വരട്ടെ, നിന്റെ വില്ലിന് നാശം വരട്ടെ എന്ന് പറഞ്ഞ് നിന്റെ അറിവില്ലായ്മ ഹേതുവായിട്ട് ഈശ്വരേച്ഛ നശിച്ച കുട്ടിയെ വീണ്ടും കൊണ്ടുവരാൻ നീ ആഗ്രഹിക്കുന്നുവോ എന്നൊക്കെ പറഞ്ഞ് ശപിക്കുകയാണ്. തിഗർജുനം വൃഷാവാദം തിഗാത്മശ്ലാഖിനോ ധനു ദൈവോപസ്പൃഷ്ടം യോ മൗഢ്യ അനിനീഷതി ദുർമതി.
ശ്ലോകം 43. ഏവം ശപതി വിപ്രർഷോ വിദ്യാമാസ്തായ ഫാൽഗുണ യയൗ സംയമനി ആശു യത്രാസ്തേ ഭഗവാൻ യമഃ. വിപ്രർഷോ ബ്രാഹ്മണ ഋഷി ഏവം ഇപ്രകാരം ശപതി ശപിക്കുമ്പോൾ ഫൽഗുണ അർജുനൻ എന്ത് ചെയ്തു? വിദ്യയെ ആസ്ഥാനം ചെയ്തിട്ട് സംയമനിയെ ആശു ശീഘ്രം യാനം ചെയ്തു. ഉടനെ അർജുനൻ എന്ത് ചെയ്തു? ആകാശഗമനാദി വിദ്യ, അർജുനന് അങ്ങനെയുള്ള വിദ്യയൊക്കെ അറിയാം, ആകാശത്തൊക്കെ സഞ്ചരിക്കാൻ. അപ്പൊ ആ വിദ്യയെ സ്വീകരിച്ച് ഭഗവാനായ യമൻ വസിക്കുന്ന സംയമനി എന്നു പേരായ ആ ലോകത്തില് പ്രവേശിച്ചു, യമലോകത്തില് പ്രവേശിച്ചു. ഏവം ശപതി വിപ്രർഷോ വിദ്യാമാസ്തായ ഫാൽഗുണ യയൗ സംയമനി ആശു യത്രാസ്തേ ഭഗവാൻ യമഃ. ശ്ലോകം 44. വിപ്രാപത്യം അജക്ഷണാസ്തത ഐന്ദ്രീം അഗാത്പുരീം ആഗ്നേയീം നിര്യതീം സൗമ്യാം വായവ്യം വാരുണീമത രസാതലം നാഗപൃഷ്ടം തിഷ്ണാനി അന്യാനി ഉദായുധ. വിപ്രാപത്യം അചക്ഷണ, വിപ്രാപത്യം വിപ്രന്റെ ആ കുട്ടിയെ അചക്ഷണ കാണാത്തവനായിട്ട് തതഹ അവിടെ നിന്നും. അപ്പോ യമലോകത്ത് പോയപ്പോ അവിടെ ഇല്ല. പിന്നെ ഐന്ദ്രിയും പുരി, ഇന്ദ്രന്റെ പുരിയിൽ പോയി. അതാ പിന്നെ അഗ്നിപുരിയെ പോയി. നൈരുതിയെയും അടുത്ത് സൗമ്യ സോമപുരിയെയും വായുപുരിയെയും വാരുണിയും വരുണപുരിയെയും രസാതലം പാതാളത്തെയും നാഗപൃഷ്ഠം സ്വർഗലോകത്തെയും അന്യാനി തിഷ്ണാനി അന്യങ്ങളായ സ്ഥാനങ്ങളെയും ഏതൊക്കെ ലോകങ്ങളുണ്ടോ 14 ലോകങ്ങളിലും ചെന്നു അന്വേഷിച്ചു. ഉദായുധ ഉയർത്തിയ ആയുധത്തോട് കൂടിയവനായിട്ട് അഗാധ ഗമിച്ചു. അപ്പൊ എല്ലാവരുടെ ഇന്ദ്രന്റെയും അഗ്നിയുടെയും നിര്യതിയുടെയും വായുവിന്റെയും വരുണന്റെയും എല്ലാ പുരികളിലും പ്രവേശിച്ചു. അവിടെ ഒന്നും കുട്ടിയെ കണ്ടില്ല. വിപ്രാപത്യം അചക്ഷാണ തതമൈന്ദ്രീം അഗാത്പുരീം ആഗ്നേയും നൈര്യതീം സൗമ്യാം വായവ്യം വാരുണീമത രസാതലം നാഗപൃഷ്ടം തിഷ്ണാനി അന്യാന്യ ഉദായുധ. ശ്ലോകം 45. തതോലബ്ധദിജസുതോ ഹ്യ അനിസ്തീർണ പ്രതിശ്രുത അഗ്നിം വിവക്ഷു കൃഷ്ണേന പ്രത്യുക്ത പ്രതിഷേധത. തതഃ അലബ്ധ ദിജസുതഃ, തതഃ അനന്തരം അലബ്ധ ദിജസുതഃ ബ്രാഹ്മണപുത്രനെ ലഭിക്കാത്തവനും അനിസ്തീർണ പ്രതിശ്രുത പ്രതിജ്ഞ പരിപാലിക്കാൻ സാധിക്കാത്തവനുമായിട്ട് അർജുനൻ എന്ത് ചെയ്തു? അഗ്നിം വിവക്ഷു, അഗ്നിയെ പ്രവേശിക്കാൻ. അഗ്നി തീ കൂട്ടി, ഇനി അഗ്നിയിൽ ചാടി മരിക്കാം എന്ന് വെച്ച് തീ കൂട്ടിയപ്പോൾ ആര് വരുന്നു? പ്രതിഷേധ അതിനെ മുടക്കി കൃഷ്ണേന, കൃഷ്ണനാൽ പ്രത്യുക്ത, കൃഷ്ണൻ വന്ന് അതിനെ തടഞ്ഞു. വേണ്ട, നീ ചാടണ്ട, നമുക്ക് കുട്ടിയെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. തതോലബ്ധ ദിജസുതോ ഹി അനിസ്തീർണ പ്രതിശ്രുത അഗ്നി വിവക്ഷു കൃഷ്ണേന പ്രത്യുക്ത പ്രതിഷേധതാം. അപ്പൊ ഇനി ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്.